നമസ്കാരം. ബ്രഹ്മശില മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു റീഡിങ്ങുമായിട്ട് ഡയറക്റ്റ് റെസിനേറ്റ് ആവുക. ഓക്കെ. ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ടാരോ കാർഡുകളിൽ ഏറ്റവും പവർഫുൾ ആയതും ഒപ്പം അല്പം പേടി തോന്നിക്കുന്നതും എന്നാൽ വലിയ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതുമായിട്ടുള്ള 4 കാർഡാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ വീണ്ടും ഒന്നിക്കുമോ അതോ നിങ്ങളുടെ ബന്ധം ബ്രേക്കപ്പിലേക്കാണോ പോകുന്നത്? ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനിടയായാൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ് എങ്കിൽ ഇതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വരാം, അത് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ലൈഫിലേക്ക് റെസനേറ്റ് ചെയ്യാം. ഓക്കെ. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ ടവർ കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര നല്ല സൂചനയുള്ള കാർഡല്ല ടവർ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ഗോപുരത്തിന്റെ മുകളിലേക്ക് ഇടിമിന്നൽ അടിക്കുന്നു. ഇതിനർത്ഥം വരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷനിൽ നിലവിൽ ഒരു ഇടുത്തി വീണിരിക്കുന്നു എന്നത്. ഓൾറെഡി ഒരു ഇടുത്തി വീണിരിക്കുന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വഴക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു കള്ളമോ ചീറ്റിംഗ് എനർജിയോ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ നീറ്റലിലാണ് നിങ്ങൾ എന്നത് ഈ ടവർ കാർഡ് മനസ്സിലാക്കി തരുന്നു. അടുത്ത് നമ്മുടെ സെക്കൻഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഇത് കയ്യിൽ കുറേ ആളുകളുമായിട്ട് ഒരാൾ തോണി തുഴഞ്ഞു പോകുന്നു. അതാണ് ഈ ഒരു കാർഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വഴക്കിന് ശേഷം മനസ്സിന് വലിയ വേദനയോടെ നീറുന്ന ഭയങ്കര സങ്കടത്തോടെ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്നും പതുക്കെ മാറി തുടങ്ങി എന്നത് കാണാൻ പറ്റുന്നു. അപ്പോൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന ആളിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം നിങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് എന്നത് കാണുന്നു. എന്നെ വേണ്ടാത്തടുത്തുനിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുന്നു. അതാണ് ഈ കാർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തേർഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ട് അല്പം ദിവസങ്ങളായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ നിങ്ങൾ വളരെ ബോൾഡായി അത് ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഉള്ളിൽ. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കാം നിങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ ഓർത്ത് വിഷമിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്നെ വിട്ടുപോയി, എത്ര ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് എത്ര ഞാൻ സപ്പോർട്ട് ചെയ്തു, എന്നിട്ട് ഇതൊന്നും അവർ മനസ്സിലാക്കിയില്ലല്ലോ എന്നിങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്താ പറയുക, നിലവിളിച്ചിട്ടോ ഈ കാര്യം മാത്രം നോക്കിയിരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല. നിങ്ങളൊരു ഈ സങ്കടത്തിലേക്ക് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്ക് സങ്കടമുണ്ട്, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതാണ് ചാരിയറ്റ് കാർഡ്. നിങ്ങൾ സ്വയം എല്ലാ ഫീലിങ്സും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ ഇതൊക്കെ സെറ്റാക്കണം എന്നുള്ളൊരു വാശിയുള്ള ആളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. കണ്ടോ, ഇത് സ്ട്രൈറ്റ് ആയിട്ട് കുതിരയെ ഓടിച്ചു പോകുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കും. നിങ്ങൾ ആ ബന്ധത്തിൻ്റെ കഥ കഴിഞ്ഞു എന്ന് ഇത്രയും കാർഡുകൾ കൊണ്ട് നിങ്ങൾ വിചാരിക്കും. ഈ ഒരു ബന്ധം ഓൾറെഡി അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തുനിന്നാണ് നമ്മളുടെ ആ സർപ്രൈസ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. 2 ഓഫ് കപ്സ് കാർഡുകളിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാർഡാണിത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്നതാണ് ഈ കാർഡ്. ടവർ കാർഡ് തകർത്ത് കളഞ്ഞത് നിങ്ങളുടെ പ്രണയത്തെ, ഈ ടവർ കാർഡ് തകർത്ത് കളഞ്ഞത് നിങ്ങളുടെ പ്രണയത്തെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, ഈ ടവർ കാർഡ് തകർത്ത് കളഞ്ഞത് നിങ്ങളുടെ ഈഗോയും തെറ്റിദ്ധാരണയുമാണ്. നിങ്ങളുടെ പരസ്പരം 2 പേരുടെയും, കേട്ടോ, ഒരാളുടെ അല്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ബ്രേക്കപ്പിൽ നിന്ന് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയത് എനിക്കിനി പിരിയാൻ പറ്റില്ല, എൻ്റെ പാർട്ട്ണർ ഇത് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടൊരു അവസരമാണ് ഈ ടവർ കാർഡ് തന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിരിഞ്ഞിരിക്കുന്ന നിമിഷം കൈപ്പേറിയതാണെന്നും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ ആ അവസരം കാണിച്ചത്. നിങ്ങൾ നല്ല ജോഡികളാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് തെറ്റിദ്ധരിച്ചാണ് ഈ മാറി നിൽക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഇത് ചാരിയറ്റിൻ്റെ വേഗത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ഒന്നാകാൻ പോകുന്നു എന്നതാണ് ഈ കാർഡ് നൽകുന്ന സൂചന കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഭയങ്കര നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തോടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ ഇത് യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകും. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു തകർച്ചയോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു കറുത്ത ഇരുട്ടിന് ശേഷം മാത്രമേ വെളിച്ചം ലൈഫിലേക്ക് വരൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി നല്ലൊരു പ്രണയകാലം നിങ്ങളിലേക്ക് തേടി വരുന്നു. പോസിറ്റീവായിട്ടിരിക്കുക. ഇതിലെ എല്ലാ എനർജിയും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക്. ഓക്കെ, അപ്പം നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.